യക്ഷി ഒരു യാഥാർത്ഥ്യമായിക്കൂടെ? കെമിസ്ട്രി പ്രൊഫസർ മിസ്റ്റർ ശ്രീനിവാസൻ യക്ഷി ലോകത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് നമുക്ക് പോലും ഒരു ആക്ഷേപമല്ലേ? യക്ഷികൾ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല, ഇല്ലെന്ന് തീർത്തു പറയാനും എനിക്ക് സാധ്യമല്ല. നിങ്ങളൊരു സയന്റിസ്റ്റ് അല്ലേ ശ്രീനി? യെസ്. താൻ ഒരിക്കലും ഒരു അന്ധവിശ്വാസി ആയിക്കൂടാ. യുക്തിവാദികളുടെ മാമൂലികളെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന നിങ്ങളൊക്കെയാണ് അന്ധവിശ്വാസികൾ. കൺമുന്നിൽ കാണുന്നതേ നിങ്ങൾ വിശ്വസിക്കും. നമുക്കറിയാൻ പാടില്ലാത്ത, നമ്മുടെ യുക്തിക്ക് അതീതമായ ലോകത്തിന്റെ പല അറകളും ഇനിയും തുറന്നു കാണേണ്ടിയിരിക്കുന്നു എന്ന് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? നമുക്കറിഞ്ഞുകൂടാത്ത എത്രയോ കാര്യങ്ങൾ ഇന്ന് സയൻസ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സ്പേസ്. അതേ സയൻസ് തന്നെ ഭാവിയിൽ ഒരു യക്ഷിലോകത്തേക്ക് കൂടി എന്തുകൊണ്ട് വെളിച്ചം വീശിക്കൂടാ? ശ്രീനി സാർ സംസാരിക്കുന്നതിൽ യുക്തിചിന്തയുണ്ട്. വിജയലക്ഷ്മി മാമൂലനുസരിച്ച് ശ്രീനിയെ പിന്താങ്ങിയിരിക്കുന്നു. ഞാൻ നിങ്ങളെല്ലാം വിളിച്ചു ചേർത്തിരിക്കുന്നത് പ്രിൻസിപ്പൾ എന്ന നിലയ്ക്കല്ല. കോളേജ് ശതവാർഷികാഘോഷ കമ്മിറ്റിയുടെ അവസാനത്തെ മീറ്റിംഗ് നാളെ ചെയ്യണം. അതേപ്പറ്റി ചിലതെല്ലാം ആലോചിക്കാൻ സ്റ്റാഫ് യോഗം ഒന്ന് ചേരണ്ടേ? സോവനിയറിന്റെ എഡിറ്റിംഗ് മിക്കവാറും പൂർത്തിയായി. മിസ് വിജയലക്ഷ്മി ആ കവിത കിട്ടിയില്ല. ഓ, ഞാൻ ഉടനെ തരാം. എനിക്ക് മിസ്റ്റർ ശ്രീനിവാസനെ ചുമതലപ്പെടുത്താനുള്ളത് കെമിസ്ട്രി സ്റ്റാളാണ്. അത് ഒന്നാന്തരമാക്കണം. കെമിസ്ട്രി സ്റ്റാൾ ഒരു മന്ത്രവാദിയുടെ വർക്ക്ഷോപ്പ് പോലെ ഇരിക്കും. ശ്രീനിയുടെ ഇപ്പോഴത്തെ പ്രധാന ഹോബി മന്ത്രവാദമാണ്. ശ്രീനി ഇപ്പോൾ യക്ഷികളെയും ഗന്ധർവന്മാരെയും തേടി നടക്കുകയാണ്. താളിയോലകളാണ് ഇഷ്ടന്റെ ഇപ്പോഴത്തെ മുഖ്യ ഭക്ഷണം. ചെമ്പ് സ്വർണ്ണമാക്കാൻ ശ്രമിച്ച മന്ത്രവാദികളാണ് കെമിസ്ട്രിയുടെ പിതാക്കന്മാർ. ഞാൻ യക്ഷികളെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്നു. മുൻവിധി കൂടാതെ ഞാൻ അന്വേഷണം നടത്തുന്നു. അതല്ലേ ഒരു സയന്റിസ്റ്റിന്റെ ജോലി. സാർ, ഒരു കെമിക്കൽ എഫക്റ്റിന് യക്ഷിയുടെ രക്തപാനം എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നു. അതായത് ഒരു ചുമന്ന ദ്രാവകം ഒഴുകി വീഴുമ്പോൾ നിറമില്ലാതായിത്തീരുന്നു. വീഴുന്നത് ഒരു നീണ്ട ഫ്ലാസ്കിൽ. ആ ഫ്ലാസ്കിന്റെ മുകളിൽ വായും പൊളിച്ചിരിക്കുന്ന ഒരു മനോഹരിയുടെ തല വരച്ചു ചേർന്നിരിക്കുന്നു. ആഹാ, ഗംഭീരമായിരിക്കും. സോ we shall meet tomorrow. Well, ശ്രീനി, യക്ഷിയുടെ രക്തപാനം വളരെ ഗംഭീരമായിരിക്കും അല്ലേ? വിജയലക്ഷ്മിക്ക് ഇയാളെ പറ്റി അഭിനന്ദനങ്ങൾ മാത്രമല്ല അല്ലേ? ഞങ്ങൾ ഒന്നും ഒളിച്ചു വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ശ്രീനി, ഞാൻ വരട്ടെ. ബൈ. സംഭവഗതികൾ അല്പം കൂടെ പുരോഗമിച്ചിട്ടുണ്ടല്ലോ. പുരോഗമിച്ചില്ലെന്ന് പറയാൻ പാടില്ല. വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചു. അത് നിന്റെ വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂടോ. ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ ലെക്ചറായി ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ ഈ ഭാഗ്യം നിനക്ക് കണ്ടേനെ. മിസ് വിജയലക്ഷ്മി കെമിസ്ട്രി ലെക്ചർ ആയതുകൊണ്ട് പ്രൊഫസറായി ഇയാളെ സ്നേഹിച്ചു എന്നാണോ പറയുന്നത്? ഇനി ഒരു അസൂയക്കാരനെന്ന നിലയിൽ ഒരു സത്യം പറയട്ടെ. പറഞ്ഞോ. ഈ കോളേജിൽ പെണ്ണായിട്ടുള്ളതിനെല്ലാം തന്നോട് ഒരു മമതയാണ്. ഈവൻ ദാറ്റ് ഓൾഡ് സ്വീപ്പർ ഗേൾ. ചന്ദ്ര, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകണം. ചന്ദ്രൻ പോയിക്കോളൂ. വിജയലക്ഷ്മിയുമായി വല്ല അപ്പോയിന്റ്മെന്റും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. എനിക്ക് എന്റെ കാമുകനെ ഒന്ന് കാണണം. ആ ചമ്രവട്ടത്തുകാരൻ മന്ത്രവാദി. തന്റെ ഈ യക്ഷിഗവേഷണം മഹാബോറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിരിക്കുകയാണ്. പിന്നെ അയാൾ എനിക്കൊരു താളിയുള്ള ഗ്രന്ഥങ്ങൾ തരാന്ന് പറഞ്ഞു. പ്രോമിസ്, അടുത്ത കർക്കിടക മാസത്തിലെ അമാവാസിയുടെ അന്ന് ഒരു യക്ഷിയെ പ്രത്യക്ഷത്തിൽ കാണിച്ചു തരാമെന്ന്. ഒരു സയന്റിസ്റ്റ് ആയ താൻ ഇതെല്ലാം വിശ്വസിക്കുന്നല്ലോ. ഗവേഷകൻ ഒരു മുൻവിധിയോടുകൂടി ഒന്നിനെയും സമീപിക്കരുത്. ഏതായാലും 2 വർഷത്തിനകത്ത് പ്രബന്ധം ഞാനൊന്ന് തയ്യാറാക്കും. ബേസിംഗ് ഓൺ ബ്ലാക്ക് മാജിക് ഇൻ കേരള. ചായ ഉണ്ടാടാ. ചന്ദ്ര, ചമ്രവട്ടം നല്ല പാണ്ഡിത്യമുള്ളതാണ്. അയാളെ കണ്ടുകിട്ടിയത് പലതും കൊണ്ടുവരും നേട്ടം. താൻ സകല യക്ഷിഭൂതങ്ങളെയും കൂടി വാരിക്കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണോ? ഗ്രന്ഥങ്ങൾ കിട്ടിയത് മാത്രമല്ല നേട്ടം, ഒരു വീട് വാടകയ്ക്ക് എടുക്കാനും ഏർപ്പാടാക്കി. 2 മാസം കഴിഞ്ഞാൽ ഇയാൾ നമ്മളെ ഇവിടുന്ന് കുടിയിറക്കില്ലേ? കല്യാണം കഴിച്ച് പെണ്ണുമായിട്ട് ഇനി വന്നാൽ നമ്മ ഇവിടെ താമസിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് കുറെ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കാം. എന്താ? പരമനെ കൂടെ അടിച്ചോണ്ട് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണല്ലേ? അതെ, വാടകയ്ക്ക് കിട്ടിയ വീട് അതിന്റെ നേട്ടം. വളരെ കാലമായി ആൾവാർപ്പില്ലാതെ കിടക്കുന്ന ഒരു വീടാണ്. ഒരു യക്ഷിയുടെ അധിവാസം ഉണ്ടെന്നാണ് ചമ്രവട്ടം മന്ത്രവാദി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആ വീട് തന്നെ എടുക്കാൻ തീർച്ചപ്പെടുത്തിയത്. അയ്യോ, തനിക്കെന്താ ഭ്രാന്താണ്?
എന്റെ ഗവേഷണത്തിന് ഏറ്റവും പറ്റി വിടായിരിക്കും ചന്ദ്രാത്. പിന്നെ താൻ പെണ്ണിനെയും കൊണ്ടൊന്ന് വിടാൻ താമസിക്കുമ്പോൾ എനിക്ക് കൂട്ടിനൊരു രക്ഷയെങ്കിലും വേണ്ടേടോ. അയ്യോ സാറേ, എന്നെ അങ്ങോട്ട് വിളിക്കല്ലേ. എന്താ നിനക്ക് പേടിയാണോ? അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ ഇതുപോലെ എത്ര കണ്ടതാണ്. യക്ഷിയായോ? ആ, എവിടെ വെച്ചേ? പറ പറ കേൾക്കട്ടെ. അതായത് ഞാൻ പറവൂർ റെയിൽവേ പാലത്തിന്റെ അണ്ടർഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ നടന്നു വരികയാണ് ഒറ്റയ്ക്ക് അർദ്ധരാത്രി സമയം. അപ്പോ അന്ന് ഞാൻ സ്വല്പം പിഴയായിട്ട് നടക്കുന്ന കാലമാണ്. അന്ന് ഞാൻ ഇങ്ങനെ നടന്നിങ്ങനെ പോരുമ്പോ എനിക്കൊരു സംശയം, എന്റെ പിന്നിൽ കൂടി ആരോ വരുന്നുണ്ടോ. ഞാൻ അങ്ങനെ ആരെയും വകവെക്കുന്ന സൈസ് അല്ല അന്ന്. എന്നാലും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ദേ നിൽക്കുന്നു. ആരെ? മുടി പാദം വരെയുണ്ട്, നല്ല വെളുവിളാ സാരി കൊടുത്തിരിക്കുന്നു ഒരു പെണ്ണ്. മുഖമുണ്ടല്ല, നല്ല ഉണ്ണിസൂര്യൻ ഉദിച്ചു വരുന്നവരില്ല. എന്തൊരു സൗന്ദര്യം! സത്യം പറഞ്ഞ എന്റെ സാറന്മാരെ ഞാൻ അങ്ങ് മയങ്ങിപ്പോയി. ആരും മയങ്ങിപ്പോലെ ചന്ദ്ര. മയങ്ങും മയങ്ങും. ഇത് കഴിഞ്ഞപ്പോ അവരൊരു ചോദ്യം എന്നോട്, ചുണ്ണാമ്പുണ്ടോ? സാറേ, ഈ യക്ഷികളുണ്ടല്ല, നമ്മളെ കണ്ട ഉടനെ ചുണ്ണാമ്പ് ചോദിക്കും. ആ, കൈകൊണ്ട് ചുണ്ണാമ്പ് കൊടുത്തോ അവന്റെ അന്ധക്കരണം. പിച്ചാത്തിക്ക് വേണം ചുണ്ണാമ്പ് കൊടുക്കാൻ. എന്നിട്ട് നീ ചുണ്ണാമ്പ് കൊടുത്തു? ഈ പരമുത്തിരി കൊടുക്കും ചുണ്ണാമ്പ്. എന്നിട്ട് എന്നിട്ട് എന്തുണ്ടായി? എന്റെ പൊന്നു സാറേ, ഞാൻ ചെറു പ്രായമല്ല, ഞാനങ്ങ് മയങ്ങിപ്പോയി. എന്തിനു പറയുന്നു സാറേ, യക്ഷി കണ്ണ് കാണിച്ച് ശൃംഗരിച്ച് മയക്കി എന്നെ അങ്ങ് കൊണ്ടുപോയി ഒരു വലിയ ബംഗ്ലാവിലേക്ക്. ബംഗ്ലാവെന്ന് എനിക്ക് തോന്നിയതായിരുന്നു സാറേ, അതൊരു കരിമ്പനയായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തുണ്ടാകാൻ, യക്ഷിയുടെ കൈ കിട്ടിയതല്ലേ. ആ രാത്രി എന്നെ അവരങ്ങ് കീന്തി കുടിച്ചു. നേരം വെളുത്ത് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴേ എന്റെ ജീവൻ ആ പനയിൽ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. എന്റെ തലമുടിയും തലയോടും എല്ലും എല്ലാം പനയുടെ താഴെ കിടപ്പും. ഞാൻ അങ്ങനെ അങ്ങ് മരിച്ചു. എന്നിട്ട് നീ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്? ആ, ഇതെന്തൊരു ജീവിതമാണ് സാറേ, വല്ലവർക്കും അരി വെച്ച് കഴിയുന്ന ഒരു ജീവിതമാണോ? നീ പോകും, ഞാൻ പിന്നെ വന്നേക്കാം. എന്താ അനുജ? ഞാൻ ഒരു കാര്യം പറയാനാണ്. എന്ത് കാര്യം? ക്ലാസ്സിൽ എല്ലാവരും എന്നെ കളിയാക്കുന്നു സാർ. എന്തിനാ? ക്ലാസ്സിൽ വെച്ച് എന്താണ് വലിയ സ്വപ്നം കാണുന്നതെന്ന് സാർ ചോദിച്ചില്ലേ? ചോദിച്ചു. ക്ലാസ് കുറെ കൂടെ ശ്രദ്ധിച്ചിരിക്കണം. തന്നെയുമല്ല, പെൺകുട്ടികൾക്ക് കുറെ കൂടെ അടക്കവും ഒതുക്കും വേണം. പറയാമെന്ന കാര്യം? ഞാനിതെങ്ങനെയാണ് സാറിനോട് പറയുന്നത്? ഓഹോ, പ്രേമമല്ല എന്റെ സബ്ജക്ട്, കെമിസ്ട്രിയാണ്. അണ്ടർസ്റ്റാൻഡ്? നീ വരുന്നില്ലേ? ഇല്ല. വീടിന്റെ താക്കോല് ഇന്ന് തന്നെ വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നെന്താ മുഹൂർത്തം പോലെ തോന്നുന്നു? നിന്റെ പെണ്ണുകെട്ടിന്റെ മുഹൂർത്തം തീർച്ചപ്പെടുത്തിയില്ലേ? ഇനി എന്നെ വരാന്തൽ ഇറങ്ങിക്കിട എന്ന് പറയാൻ ഇടയാക്കണ്ട. അത് ശരി. താക്കോല് വാങ്ങി സാധനങ്ങൾ അങ്ങോട്ട് മാറ്റിയാൽ താമസം എപ്പോഴും വേണമെങ്കിലും മാറ്റിക്കൊള്ളാമല്ലോ. ഓഹോ, എന്ന് നിന്റെ വീട്ടിൽ ആതിഥേയ യക്ഷിയോട് എന്റെ അന്വേഷണം ഒന്ന് പറഞ്ഞേക്ക്.
നിലന്തൻ നിലന്തൻ കുടുംബാസൂത്രണം മാങ്ങാത്തൊലി. ഇതാരോടാ ഇത് സംസാരിക്കുന്നത്? ഇവിടെ നീ ഞാനും അല്ലാതെ വേറെ ആരാണ്ടിരിക്കുന്നോ സംസാരിക്കാൻ? അത് എന്റെ കുറ്റവും. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നമുക്കൊരു സന്താനം ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടതേ ഉള്ളൂ. ഇന്ന് എത്ര തീയതി? 17. അപ്പൊ 30 days സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ, 23 ദിവസമായി. എന്തോന്നാ കണക്ക് കൂട്ടുന്നത്? അല്ലല്ല, കഴിഞ്ഞ മാസം നീ ആരാവോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാ മനസ്സിലായില്ല? ഇവിടുത്തെ കോളേജ് ലെക്ചറർ ഷീനിയാണ്. ഓഹോ, മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന മിസ്റ്റർ അനന്തനല്ലേ? അതെ. പലർക്കും പല കാര്യത്തിനും മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന അനന്തനാണ്. പക്ഷെ എന്റെ ഒരു കാര്യത്തിന് ഒരു മരുന്ന് പറഞ്ഞു തരാൻ ഒരുത്തനുമില്ല. നിങ്ങൾ നാണക്കേട് പറയാതിരിക്കണം. ആ തെക്കേ വീട് ഞാൻ വാടകയ്ക്ക് എടുത്തു. താക്കോൽ ഇവിടെ വന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങളാണോ? അതെ. ഓഹോ, വല്ല വിരോധികളെയും താമസിപ്പിക്കാനായിരിക്കും. അല്ല, എനിക്ക് തന്നെ. വന്ന ഭാര്യയും മക്കളും മറ്റ് വേണ്ടപ്പെട്ടവരാരും ഇല്ലായിരിക്കും. ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. ഇരിക്കണം. താങ്ക് യു. എന്ന് വെച്ച് ലെക്ചറർ ആണെന്നല്ലേ പറഞ്ഞത്? അതെ. പ്രൊഫസറായി പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത് മരിച്ചാ പോരെ. എനിക്ക് ഈ ഭൂതപ്രേതാദികളിലൊന്നും ഒരു വിശ്വാസമില്ല. പകൽ സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നവരാണ്. ഞാൻ എപ്പോഴും അങ്ങനെയാ പറയാറുള്ളത്. അങ്ങനല്ല, ഞാൻ തമാശ പറയാണെന്ന് വിചാരിക്കരുത്. ആ വീട്ടില് അറകുലുണ്ട്. പല ഭയങ്കര സംഭവങ്ങളും നടന്നിട്ടുള്ള വീടാണ്. ഇങ്ങനെ മുത്തശ്ശി കഥകൾ പലതും കാണും. അല്ല, വളരെ കാലം മുമ്പ് ഒരു പെൺകുട്ടി ആ വീട്ടിൽ ആത്മഹത്യ ചെയ്യും. ഒരു കൊച്ചു സുന്ദരി. ഒരു അമാവാസി രാത്രി, ഇലയനക്കമില്ല. പകൽ മുഴുവനും അവൾ അവിടെ പാടിക്കൊണ്ട് നടന്നു. വൈകുന്നേരം തേച്ചു കുളിച്ചു. ശരീരം മുഴുവൻ ചന്ദനച്ചാറ് പൂശി സർവാഭരണ വിഭൂഷിതയായി അവൾ അടുക്കളയിലേക്ക് കയറി. കടലാസുകൾക്ക് തീ കൊളുത്തുകയാണ്. പ്രേമലേഖനങ്ങൾ, മനസ്സിലായോ? എന്നിട്ട് അവൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. കയറ് പൊട്ടിപ്പോയി. എന്നിട്ട് അവൾ എന്ത് ചെയ്തെന്നറിയാമോ? ശരീരത്തിലാകെ മണ്ണെണ്ണ കോരി ഒഴിച്ചു, തീ കൊളുത്തി. അങ്ങനെ വെന്ത് മരിക്കുകയാണ്. മരിക്കുമ്പോൾ അവൾക്ക് ജീവിക്കണമെന്ന് കൊതി തോന്നി. എന്നിട്ട് അവൾ അവിടെ എല്ലാം ഇഴഞ്ഞു നടന്നു. അപ്പോഴും ബന്ധു നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നടന്ന കഥയാണ്. ഞാൻ ഇന്നും അമാവാസി രാത്രി അവൾ അവിടെ വരാറുണ്ട്. അവൾ വരുമ്പോൾ ഒച്ച കേൾക്കാം. ടപ്പ് ടപ്പ്, ചെലങ്കുകൾ കുലുങ്ങും. ജലിം ജലിം. അവൾ നടന്നു വരുമ്പോൾ ചന്ദനച്ചാറിന്റെ പരിമളം വീശും. പല രൂപത്തിലും വരും. പൂച്ചയായും വരും, എലിയായിട്ട് വരും, പാമ്പായിട്ട് വരും. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ ഞെട്ടാത്തെന്ത്? കഥ കൊള്ളാം, പക്ഷെ എനിക്ക് ഭയം തോന്നില്ല. ആ താക്കോൽ. കല്യാണി, ആ തെക്കേപ്പുരയുടെ താക്കോൽ നിർത്തുണ്ടോ? അവൻ അങ്ങനത്തെ സൂക്കേടാ. ഏതായാലും ഒറ്റയ്ക്ക് നിങ്ങൾ രാത്രി അവിടെ കഴിയണ്ട. നിൽക്കണം. നിങ്ങൾ അവസാനമായിട്ടൊന്ന് കണ്ടോട്ടെ. ഈശ്വരോ രക്ഷോ, നല്ലൊരു മനുഷ്യൻ. ഈ പറഞ്ഞതെല്ലാം നേരാണോ? എല്ലാം സത്യമാണ് സാർ. എന്താണ് തുറന്നൂടെ? തുറക്കാൻ പറ്റേ? ഈ വീടിനെ പറ്റി പറഞ്ഞതെല്ലാം നേരാണ്. എന്തോന്ന് പറഞ്ഞു? അസമയമായാൽ ആരും ഈ റോഡിൽ നടക്കില്ല. അഥവാ നടന്നാൽ ഈ വീട്ടില് യക്ഷി മയക്കി വീട്ടിലേക്ക് കൊണ്ടുവരും. പിന്നെ പിറ്റേ ദിവസം അയാളുടെ ശവം ഈ പാലയുടെ അടി കാണും. ഇത്രേ മണ്ണാൻ കട്ട. എടാ, ആ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് പറക്കി വയ്ക്കും. Not bad.
എന്താടാ കിടക്കുന്നു പോ. എടാ എടുത്തോണ്ട് പോ. ഒരു പൊടി പോലും ഇല്ലല്ലോ. എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടാ മാതിരി. ആൾ പാർപ്പില്ലാത്ത വീടാണെന്ന് തോന്നുകയില്ല. പക്ഷെ ഞാൻ വരുമെന്ന് വിചാരിച്ച് ജയിച്ചതായിരിക്കും. ഒരു 6 മാസമായി കാണും ഈ വീട് തുറന്നിട്ട്. അതെയോ? ഇങ്ങനെ ചില പ്രത്യേകതകൾ വീടിനുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ഇത് ഏത് അമ്പലമാണ്? ഇത് ഒരു യക്ഷിയമ്പലത്തിന്റെ പടമാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇവിടുത്തെ യക്ഷിയെ ഹോമിക്കാനായിട്ട് ചമ്രവട്ടം മന്ത്രവാദിയെ കൊണ്ടുവന്ന് ചില ക്രിയകളൊക്കെ നടത്തി. അതിൽ ചില അറ്റപ്രയോഗങ്ങളൊക്കെ ചെയ്തു. എന്ത് പ്രയോഗം? ഒരു കുടം നെയ്യുറുമ്പിനെ കൊണ്ടുവന്ന് ഹോമിച്ചു. ഈ വീട്ടിനകത്ത് ഹോമം നടന്നുകൊണ്ടിരിക്കുമ്പം അതാ ആ പാലമരത്തിന്റെ കൊമ്പ് അടന്നു വീണു. യക്ഷിയെ ഹോമിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ചമ്രവട്ടം കൊണ്ടുവച്ചതാണ് ഈ യക്ഷിയമ്പലത്തിന്റെ പടം. ആ യക്ഷിയെ ഈ പടത്തിൽ ആവാഹിച്ചിരുത്തിയിരിക്കുകയാണ്. ശല്യം ഒന്നും ഉണ്ടാവില്ലെന്നാണ് മന്ത്രവാദി പറഞ്ഞത്. അല്ല, ശല്യം ഒന്നും ഉണ്ടാവില്ലെങ്കിൽ എന്റെ കൂടെ താമസിച്ചോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. ചുടി ചുടി ചുടി. ഈ മുറിയിൽ കിടന്നാണ് ആ പെണ്ണ് ബന്ധു മരിച്ചത്. നമുക്ക് മുന്നോട്ട് ചെന്നിരിക്കാം. അനന്തം പൊയ്ക്കൊള്ളൂ, ഞാൻ സാധനങ്ങൾ മുറികളിലാക്കിയിട്ട് വന്നോളാം.